അടിപൊളി കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ. കടൽ തീരത്ത് കൂടിയാണ് ട്രെയിന് നമ്മളെ. അടിപൊളി വൈബ്. അടുത്ത ട്രാമിൻ്റെ കളിയാണ്. നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ട്രീറ്റ് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് കാണുന്ന യൂറോപ്പിൻ്റെ നല്ല കാഴ്ചകൾ. അങ്ങനെ നമ്മൾ നമ്മളുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. നൈസായ ഹോസ്റ്റൽ. ഒരു പ്രത്യേകതയുള്ള ബിൽഡിംഗ് തന്നെ കേട്ടോ. കാരണം ഗ്രൗണ്ട് പോലും ഗ്ലാസ്സാണ്. ടൂറിസ്റ്റ് ഭയങ്കര ഫേമസ് ഉള്ള സ്ഥലമാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ലോകത്തിൽ പ്രധാനപ്പെട്ട ബീച്ച് ഡെസ്റ്റിനേഷനാണ്. ഏരിയ എങ്ങനെ അടിപൊളിയല്ലേ? ഫുള്ള് വൈബ് ഏരിയ കേട്ടോ. അങ്ങനെ നമ്മൾ നൈസിലേക്കുള്ള നൈസ് യാത്ര. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഓക്കെ, ഇതാണ് നമ്മളെ ട്രെയിന്. ഈ ട്രെയിനിലാട്ടോ പോകുന്നത്. നമ്മൾ ഏകദേശം 2.5 മണിക്കൂറാണ് യാത്ര. അങ്ങനെ നൈസിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ കാഴ്ച. ട്രെയിനിൽ നാളെ ഇറങ്ങിയതിൻ്റെ ശേഷമേ നമ്മളെ കടത്തുള്ളൂ കേട്ടോ. നമ്മൾ സ്കാൻ ചെയ്ത് പോകണം. ഇതാണ് നമ്മളെ ട്രെയിന്. ഞാൻ മെഷീനിൽ ബുക്ക് ചെയ്തതാണ്. TVG Now 10:18. നല്ല അടിപൊളി ട്രെയിനാണ്. ഇതിൽ ട്രെയിന് സെക്കൻഡ് ക്ലാസ് ഏതാന്നുള്ളത് നോക്കണം. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ. കടൽ തീരത്ത് കൂടിയാണ് ട്രെയിന് നമ്മളെ. കോച്ച് 7ലാണ് കേട്ടോ നമ്മൾ. കോച്ച് 7 അപ്പർ ഡെക്ക് 773 അപ്പർ ഡെക്കിലാണ് മുകളിൽ. അടിപൊളി ഭംഗിയാണ് മക്കളെ. ബ്ലൂ വാട്ടർ രസല്ലേ? സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ബീച്ചുകളുള്ള സ്ഥലമാണ് ഫ്രാൻസിൽ. ട്രെയിനിൻ്റെ ഒരു സ്റ്റേഷനാണല്ലോ. വാട്ടറാണ് സഹിക്കാൻ പറ്റാത്ത കേട്ടോ. എന്താ രസം. ബീച്ച് സൈഡിലൊരു സ്റ്റേഷൻ. സൈഡിലൂടെ അടിപൊളി റോഡ്. തന്നെ ലെവലായിട്ട്. de notre TGV Louis Cannes. Avant de descendre, veuillez faire attention à l'espace entre le marchepied. Je pense qu'on va venir par là. La voiture part. Merci de votre attention. Dans quelques instants, ഈ വെള്ളം വെയിലുള്ള സമയത്ത് എന്ത് ഭംഗിയാ തിളങ്ങുന്നതല്ലേ. കാനസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ആട്ടോ. നമ്മൾ പോകുന്ന ഒരു സ്റ്റേഷൻ നടത്തുന്നുണ്ട് കാനസ്. ലാസ്റ്റ് കോർണറിലുള്ള ലാസ്റ്റ് ഭാഗം ഇറ്റലിയാണ് കേട്ടോ. മൊണോക്കോ ആണ്. മൊണോക്കോൻ്റെ ബോർഡറിൽ ഇറ്റലി. നമ്മൾ നൈസിൽ പോയിട്ട് ഇവിടെ ഈ കോർണറിൽ കാണുന്നതാണ് നൈസ്. അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ നാളെ നമ്മൾ മൊണോക്കോ പോയിട്ടോ. മൊണോക്കോ, ഇറ്റലി, അങ്ങനെയാണ് നമ്മളെ മാൾട്ടയിലേക്ക് പോകുന്നത്.
എയർപോർട്ടാണ് കേട്ടോ. കടൽ സൈഡിലാണ് എയർപോർട്ട്. എൻ്റെ മക്കളെ ഉണ്ടോ, കടലിനോട് ചേർന്നിട്ടാണ് എയർപോർട്ട് ഉള്ളത്. കണ്ടോ ഫ്ലൈറ്റ് കണ്ടോ. ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ട് കടലിന്റെ സൈഡിൽ ഹോങ്കോങ് പോലെ. ഫുള്ള് കാറുകൾ കളിയാണ്. US പോലെ തന്നെ നിറച്ചും കാറുകളാണ്. കടൽ തീരത്തെ, അതായത് എന്തായിരുന്നു നമ്മൾ പറയാ, കടൽ റാണി. കടൽ തീരത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ബീച്ചാട്ടോ. ബീച്ചിന്റെ ഒരു കളിയായിരിക്കും നാളെ. മൊണോക്കോ അതേപോലെ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ്. മൊണോക്കോ ചെറിയൊരു സാമ്പത്തിക രാജ്യമാണ്. ഞാൻ അതിനെ പറ്റി പറഞ്ഞെടുക്കാം പോകുമ്പോൾ. നാളെ നമ്മൾ മൊണോക്കോയിൽ പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നൈസിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇതാ ഫ്രാൻസിലെ നൈസ്. ഇതൊരു കടലിൻ്റെ റാണിയാണ് നമ്മളെ നൈസ് കേട്ടോ. നൈസ് ടൂറിസ്റ്റ് ഭയങ്കര ഫേമസ് ഉള്ള സ്ഥലമാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ലോകത്തിലെ പ്രധാനപ്പെട്ട ബീച്ച് ഡെസ്റ്റിനേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു വെറൈറ്റി അല്ലേ. ഇനി നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകണം. ലെവല് സിറ്റി ആട്ടോ. അതിൽ പഴയതുണ്ടെങ്കിലും പുതിയ ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലാസ് ബിൽഡിങ്ങുകൾ ഫുള്ള് സെറ്റപ്പ് ആട്ടോ. സ്ട്രീറ്റൊക്കെ അടിപൊളി. സൈക്കിള് നമ്മൾ സ്പെഷ്യലായിട്ട് കാണുന്ന യൂറോപ്പിൻ്റെ നല്ല കാഴ്ചകൾ. ബിൽഡിംഗ് ഉണ്ടോ, അടിപൊളി ബിൽഡിംഗ് അല്ലേ. ഡബിൾ ട്രീ, നല്ല ഭംഗിയുള്ള. നമ്മൾ ബീച്ചിൻ്റെ വൈബ് ശരിക്ക് ഒരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേകതയുള്ള ബിൽഡിംഗ് തന്നെ കേട്ടോ. കാരണം ഗ്രൗണ്ട് പോലും ഗ്ലാസ്സാണ്. കണ്ടില്ല നിങ്ങൾ, അവിടെ വെറും ഗാർഡൻ കൊടുക്കാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്ട്രക്ചറൽ ഗ്ലാസ് ആണ് കേട്ടോ. പെസ്ക റെസ്റ്റോറൻറ്റ്, ബാർ റൂഫ് ടോപ്പ്, എല്ലാ സംഗതിയും ഉണ്ട്. അടിപൊളിയാണ്, വെറൈറ്റിയാണ്. ഉച്ച സമയമാട്ടോ. നല്ല കാലാവസ്ഥയാണ്. ചൂടൊന്നുമില്ല, വെയിലുണ്ട്, ചൂടില്ല. ട്രാമാണ്, ബസ്സാണ്. വാവ്, അടിപൊളി സ്ട്രീറ്റ്. നൈസിലെ ട്രാമാണ്. അടിപൊളി വൈബ്, അടിപൊളി വൈബ്. അടുത്ത ട്രാമിൻ്റെ കളിയാണ്. നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ട്രീറ്റ് കേട്ടോ. പുതിയ സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. യൂറോപ്പിലുള്ളത് പുതിയത് വരുന്നതൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. നൈസിലെ നൈസായ ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ ഓൺലി വൺ ഹോസ്റ്റലാണ്. ഇത്ര സൗകര്യങ്ങളും ഇതേപോലത്തെ നല്ല സിറ്റീൻ്റെ സെൻറ്ററിലുള്ള കേട്ടോ. എല്ലാ സൗകര്യങ്ങളുള്ള ഹോസ്റ്റലാണ്. ഇതിന് ഭയങ്കര റേറ്റാണ്. നമ്മൾ ഇന്ന് വരെ കണ്ട റേറ്റല്ല ഇവിടെ ചാർജ്. 4500 രൂപയോളം ചാർജ് വരുന്നതാണിത്. സാധാരണ ഇതിൻ്റെ റേറ്റ് 8000 പല ഓഫറുകളിലൂടെ തന്നെ കിട്ടിയതാണ്. ഗാലറീസ് ലഫായത്തെ. ഇവിടെ നമുക്ക് ട്രാം, വാക്കിംഗ് സ്ട്രീറ്റ് എല്ലാത്തിൻ്റെ ഇടയിലാട്ടോ സാധനമുള്ളത്. അടിപൊളി ഹോസ്റ്റൽ. ഏരിയ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, ഫുള്ള് വൈബ് ഏരിയ കേട്ടോ. അങ്ങനെ നമ്മളെ ഹോസ്റ്റലിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡ് നൈസിൻ്റെ നൈസായ സിറ്റി കാഴ്ചകളും ബീച്ച് കാഴ്ചകളും. നാളെ മൊണോക്കോ പോകാണ്ട് അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരും വരെ ബൈ.